പാവങ്ങളുടെ വാഹനമായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കാനായി ഇവിടെ വന്നിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാർക്ക് അത്യാവശ്യമായി യാത്ര ചെയ്യേണ്ടി വന്നാൽ അവർ വിളിക്കുന്നത് ഓട്ടോറിക്ഷയാണ്. ഞാൻ ധാരാളം ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ട്. സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും എന്ന് പറയുന്നത്. ഒരിക്കൽ ഞാൻ ഓട്ടോറിക്ഷ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ബുക്ക്, 3-4 ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ചെറിയ കെട്ടായിട്ട്. ആ ബുക്ക് ഓട്ടോറിക്ഷ വെച്ച് ഞാനങ്ങ് മറന്നുപോയി. എന്നെ തിരക്കി പിടിച്ച് എൻ്റെ വീട്ടിൽ, എൻ്റെ MLA ക്വാർട്ടേഴ്സിൽ വന്ന് ആ ഡ്രൈവർ എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ, പുസ്തകം പേനയുണ്ടായിരുന്നു, പുസ്തകവും പേനയും ഏൽപ്പിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഞാൻ MLA ആണെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. 82-ലാണ്, വളരെ പഴയ കാലമാണ്. അന്നൊക്കെ വേറെ ഓട്ടോറിക്ഷയാണ്, ടാക്സി ഇല്ലാത്ത കാലമാണ്. ടാക്സി ഉണ്ട്, പക്ഷെ ടാക്സിയേക്കാൾ ആളുകൾക്ക് സൗകര്യം ഓട്ടോറിക്ഷയാണ് എപ്പോഴും. അപ്പം അതുകൊണ്ട് അവർ വന്ന്, ആ ഡ്രൈവർ വന്ന് എന്നെ കണ്ട് ഈ ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയ പുസ്തകക്കെട്ടും പേനയും ഒക്കെ തിരികെ തരുന്നുണ്ട്. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ചില ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ, മറന്നു പോകുന്ന സാധനങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ കൃത്യമായി നമ്മളെ കാര്യങ്ങൾ അറിയിക്കുന്ന കാര്യത്തിലൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വലിയ നേതൃത്വം കൊടുക്കാൻ കഴിയും. ഇതിപ്പോഴ് കേരള ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന പരിപാടിയാണ് ഓപ്പറേഷൻ തുഫാൻ. കേരളത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. രാസലഹരി കൊണ്ട് കേരളം വീർപ്പുമുട്ടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ഇവർ കൂടുതലായി പിടിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളുടെയൊക്കെ കുട്ടികൾ, നമ്മുടെയൊക്കെ കുട്ടികൾ, അവരെ ലാക്കാക്കിക്കൊണ്ടാണ് മയക്കുമരുന്ന് മാഫിയ ഇന്ന് പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് മിഠായിയുടെ രൂപത്തിലൊക്കെ ഇത് കൊടുക്കും. മിഠായി കണ്ടാൽ കുട്ടികൾ വാങ്ങിച്ച് കഴിക്കുമല്ലോ. കേരള പോലീസ് കാസർഗോഡ് പിടിച്ച ഒരു മിഠായി കമ്പനി റെയ്ഡ് ചെയ്തപ്പോൾ പിടിച്ചത് ലക്ഷക്കണക്കിന് വരുന്ന കൂൾ ലിപ്സ് എന്ന് പറയുന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായിയായിരുന്നു. അത് മിഠായി അല്ല, അത് രാസലഹരിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്താൽ പിന്നീട് ഇത് ഇവർക്ക് എല്ലാ ദിവസവും ഇത് വേണമെന്ന് പറയും. അങ്ങനെ പടിപടിയായി ഇവർ രാസലഹരിയുടെ അടിമകളായി മാറുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ വശത്താക്കാൻ ലഹരി മാഫിയ വലിയ പദ്ധതിയാണ് രാജ്യത്തെത്തിയിരിക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരായി നിങ്ങൾക്ക് തന്നെ പോലീസിനെ ഈ കാര്യം അറിയിക്കാം. വാസ്തവത്തിൽ നിങ്ങൾക്കാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കി അത് പോലീസിനെ അറിയിച്ചാൽ അത് ഈ നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തുഫാൻ ഒരു ദിവസം കൊണ്ട് നിർത്തുന്ന പരിപാടിയല്ല. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി ഇപ്പൊ കേരളത്തിൽ ഒന്ന് അടങ്ങിയിരിക്കുകയാണ്. അവർ കരുതുന്നത് ഈ ഒരു ഗവൺമെന്റ് പുതുതായിട്ട് വന്നു, അവരുടെ ആദ്യത്തെ ആവേശമാണ്, ആരംഭ ശൂരത്വമാണ്, കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തും, അപ്പോൾ നമുക്ക് വീണ്ടും പണി ആരംഭിക്കാമെന്നാണ് അവർ കരുതുന്നത്. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, ഓപ്പറേഷൻ തുഫാൻ ലഹരി മാഫിയയുടെ പേരടക്കാതെ നമ്മൾ അവസാനിപ്പിക്കില്ല. അതിനുവേണ്ടി DGPയുടെ നേതൃത്വത്തിൽ വലിയ പദ്ധതികൾ തയ്യാറാക്കുകയാണ്. കോൺസ്റ്റബിൾ മുതൽ DGP വരെ, മന്ത്രി വരെ ഉള്ള മുഴുവൻ ആളുകളും ഈ ഓപ്പറേഷനിൽ പങ്കാളികളാണ്. നമ്മുടെ ഭാവി തലമുറയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ മരണത്തിന്റെ വ്യാപാരികളെ നമുക്ക് നിയന്ത്രിക്കണം. കേരളം അല്ലെങ്കിൽ വൻ നാശത്തിലേക്ക് പോകും. ഏറ്റവും കൂടുതൽ പിന്തുണ ഈ പദ്ധതിക്ക് ലഭിക്കുന്ന സ്ത്രീകളുടെ കയ്യിൽ നിന്നാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാര്, അവരാണ് ഏറ്റവും വലിയ വേദന. ആർക്കെങ്കിലും ആരുടെയും പറയാൻ പറ്റുമോ? നമ്മുടെ മകനോ മകളോ ലഹരി ഉപയോഗിക്കുന്ന ആരുടെയും പറയാൻ പറ്റുമോ? എനിക്ക് വരുന്ന കത്തുകൾ, 100 കണക്കിന് കത്തുകൾ, മെയിലുകൾ,
വാട്സാപ്പ് സന്ദേശങ്ങൾ അവർ പറയുന്നത് ഇത് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. സാറേ, കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോവാണ്, ഞങ്ങൾക്ക് പോലും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള പരാതികളും ആവലാതികളും വിഷമങ്ങളും സങ്കടങ്ങളും നമ്മളോട് അവർ അറിയിക്കുകയാണ്. അപ്പൊ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് ജോലിയുള്ളവരാണ്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിന്റെ കണ്ണുകളെ പറ്റി നിങ്ങൾക്ക് വിവരം ലഭിച്ചാൽ അത് പോലീസിനെ അറിയിക്കണം. നിങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്തില്ല. നിങ്ങൾ ആരാണ് ഇത് അറിയിക്കുന്നതെന്ന് പുറത്ത് പറയില്ല. ചില സ്ഥലങ്ങളിൽ, ഞാൻ എറണാകുളത്ത് വെച്ച് പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ദുരുപയോഗപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞതിന് ശേഷം ഞാൻ എറണാകുളം കമ്മീഷനോട് ചോദിച്ചു. വളരെ കുറഞ്ഞു, അവരൊക്കെ അവിടെ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഓട്ടോറിക്ഷയിൽ ഇത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, നമുക്കറിയത്തില്ല എന്താ കൊണ്ടുപോകുന്നത്, നമുക്ക് ചോദിക്കാൻ പറ്റും. അവരുടെ സഞ്ചി നമുക്ക് തപ്പാൻ പറ്റുമോ? പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ ഈ വിവരങ്ങൾ അറിയാൻ പറ്റും. അത് പോലീസിനെ അറിയിക്കണം. നമ്മുടെ നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. നിങ്ങൾ ഇന്നലെ വായിച്ചില്ല, 1000 കോടി രൂപയുടെ വേതന സംഹാരി പിടിച്ചു. മുട്ടായുടെ രൂപത്തിലാണ് 1000 കോടി രൂപയുടെ. കേരള പോലീസ് തന്നെ 70 കോടി രൂപയോളം ഈ മയക്കുമരുന്ന് ഇപ്പോൾ പിടിച്ചു. 1000 കോടി രൂപയുടെ വേതന സംഹാരി ഗുളികകളാണ് കോഴിക്കോട് വെച്ച് പിടിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് ഉള്ള ചെറുപ്പക്കാർക്ക് നൽകി അവരെ ലഹരിയുടെ അടിമകളാക്കി മാറ്റാനുള്ള ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മുടെ കമ്മീഷണർ പോലീസിനെ അഭിനന്ദിക്കുകയാണ്. അവരോട് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നന്നായി. കാരണം ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഒരു ദിവസം ഏതായാലും 100 പേരോടെങ്കിലും അവർ ബന്ധപ്പെടാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ജനബന്ധമുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് എന്നുള്ളത്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറുന്നവർ, ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വരുന്നവർ, ഇത്ര പേരോടാണ് നിങ്ങൾ ഒരു ദിവസം സംസാരിക്കുന്നത്. നിങ്ങൾ പറയണം, ഈ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഈ തുഫാൻ നമ്മുടെ നാടിനെ രക്ഷിക്കാനാണ്. ലഹരിയിൽ നിന്ന് മാറണം. ലഹരി ഒന്നിനും പരിഹാരമല്ല. വലിയ തോതിലുള്ള രീതിയിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതം തകർക്കും. എന്നോടൊപ്പം ഡൽഹിയിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് നല്ല കണ്ടാലൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുകയായിരുന്നു. അയാൾ പിന്നീട് ഞാൻ MP ആയപ്പോൾ, ഞാൻ കോട്ടയത്തു നിന്ന് MP ആയിരുന്ന കാലത്ത് എന്നെ കാണാൻ വന്നു. എനിക്ക് മനസ്സിലായില്ല ആരാണ്. വളരെ സുന്ദരനായ ചെറുപ്പക്കാരൻ, ഡൽഹി യൂണിവേഴ്സിറ്റി, പേര് ഞാൻ പറയില്ല, കോളേജിൽ പഠിക്കുകയായിരുന്നു. അയാൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്നപ്പോൾ അയാളുടെ മുടിയെല്ലാം പൊഴിഞ്ഞ്, പല്ലെല്ലാം പൊഴിഞ്ഞ്, ഒരു അസ്ഥികൂടമായി എൻ്റെ മുൻപിൽ വന്നിരിക്കുകയാണ്. എനിക്ക് ആദ്യം മനസ്സിലായില്ല ആരാണ്. കുറേ കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറയും, സാറിന് എന്നെ അറിയില്ലേ, ഞാൻ ഇന്ന കോളേജിൽ പഠിച്ചാണ്, സാർ അവിടെ വന്നപ്പോൾ എന്നെ കണ്ടതാണ്, സാറിന് എന്നെ പരിചയമുണ്ട് എന്നെല്ലാം പറഞ്ഞ് എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് എന്ത് പറ്റി സാറിന്? ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്, ഞാൻ മയക്കുമരുന്നിന് അടിമയായി മാറി. എനിക്കിനി ജീവിതമില്ല, എൻ്റെ ജീവിതം നശിച്ചു. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. അന്ന് അദ്ദേഹം MA ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. അയാളെ പിന്നീട് ഞാൻ ഒരു കേന്ദ്രത്തിലാക്കി ചികിത്സിപ്പിച്ച്, പക്ഷെ താമസിച്ചുപോയി, വളരെ താമസിച്ചുപോയി. ആന്തരിക അവയവങ്ങളൊക്കെ ദ്രവിച്ച് മസ്തിഷ്കം തകർന്ന് ആ ചെറുപ്പക്കാരൻ, നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരൻ്റെ അവസ്ഥ കുറേ കാലം അദ്ദേഹം ജീവിച്ചിരുന്നു. അതെപ്പോഴും എൻ്റെ മനസ്സിൽ ആ രൂപം നിൽക്കും. ഞാൻ ആഭ്യന്തരമന്ത്രിയായപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. ഈ മയക്കുമരുന്ന് കഴിച്ച് എൻ്റെ ആ പഴയ സുഹൃത്തിനുണ്ടായ അനുഭവം നാളെ കേരളത്തിൽ ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഉണ്ടാകാൻ പാടുണ്ടോ എന്ന് ഞാൻ ആലോചിക്കും. പാടില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ആരംഭിച്ചത്. സ്കൂളുകളുടെ മുമ്പിലുള്ള എല്ലാ പുകയില ഉൽപ്പന്നങ്ങളും നിർത്തലാക്കി. ശക്തമായ നടപടികൾ സ്വീകരിച്ചു. കുറേ പ്രയോജനം ഉണ്ടായി. പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവസരം കിട്ടിയപ്പോഴാണ് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് ഈ പദ്ധതി തയ്യാറായി. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥന,
നിങ്ങളൊക്കെ രാവിലെ മുതൽ രാത്രി വരെ പാതിരാത്രി വരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഓട്ടോറിക്ഷ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഊണ് ഉറക്കവുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ പോറ്റുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ഈ അവസരമുണ്ടെങ്കിൽ, ഞാൻ ഈ ലഹരി വിൽക്കുന്നവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ലഹരി കൊടുക്കുമോ? പലരും പറയില്ല. പിന്നെ നിങ്ങളെല്ലാം മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നിങ്ങളിത് കൊടുക്കത്തില്ലെങ്കിൽ പിന്നെ മറ്റ് അയൽവക്കത്തുള്ള നിങ്ങളുടെ മറ്റു കുഞ്ഞുങ്ങൾ കഴിച്ചോട്ടെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? എത്ര ക്രൂരമാണിത്. അതുകൊണ്ട് നമുക്കിതിനെതിരെ പോരാടണം. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധം ജയിക്കണം. നമ്മൾ ജയിക്കും, ഒരു സംശയവും വേണ്ട. കേരളത്തിന് 4 അതിരുകളിലപ്പുറത്തേക്ക് ഈ ലഹരിയെ മാറ്റാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറയുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർമാരായി നിങ്ങൾക്ക് ഞങ്ങളെ പോലീസിനെ സഹായിക്കാൻ പറ്റും. പോലീസ് നിങ്ങളുടെ എതിരാളികളല്ല, സുഹൃത്തുക്കളാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളും കാക്കിയാണ് ധരിക്കുന്നത്, പോലീസും കാക്കിയാണ് ധരിക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സേവനമാണ്, രാജ്യത്തിന്റെ സേവനമാണ് പോലീസ് ചെയ്യുന്നത്. നിങ്ങളെ സഹായിക്കാനാണ് പോലീസ്. എപ്പോഴെങ്കിലും നിങ്ങളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നിയമം പാലിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഒരിക്കലും അവർ നിങ്ങൾക്കെതിരല്ല. നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാനും ട്രാഫിക് നിയന്ത്രിക്കാനും ജനങ്ങളെ സഹായിക്കാനുമാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് പോലീസിന്റെ പ്രവർത്തനത്തിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തുകയാണ്. അത് ഞാൻ പിന്നീട് പറയാം. വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോലീസുകാരൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അവർ പഴയ പോലെ മോശമായ ആരോടും പെരുമാറാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ നടപടി ഉണ്ടാകണം. പക്ഷേ അപ്പൊ നിങ്ങളും പോലീസും ധരിക്കുന്ന കാക്കി കുപ്പായമായതുകൊണ്ട് പോലീസിനെ പോലെ തന്നെ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കാക്കിക്ക് വലിയ മഹത്വമുണ്ട്. സമൂഹത്തിന്റെ സേവനത്തിന്റെ മഹത്വമാണത്. അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. പോലീസിനെ സഹായിക്കണം. ഈ മയക്കുമരുന്ന് പിടിക്കാനും അത്തരം വിൽക്കുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും നിങ്ങളുടെ സഹായം കൂടി ഉണ്ടാകണം. അനാവശ്യമായി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, അനാവശ്യമായി പോലീസ് ഒരിക്കലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഒരിക്കലും ശല്യപ്പെടുന്നു. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ സ്വാഭാവികമായും പോലീസിന് നടപടി വേണ്ടി വരും. അല്ലാതെ ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കില്ല. നിങ്ങൾ പോലീസിന്റെ കൂട്ടുകാരാണ്, പോലീസിന്റെ ജോലിയിൽ സഹായിക്കേണ്ടവരാണ്. ഒരാളെ ഞങ്ങളുടെ ചെന്നപ്പോൾ ഞാൻ സാർ ഇൻഫോമറാണ് പോലീസ്. ഞാൻ ഇൻഫോമർ എന്നല്ല, ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പോലീസിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, തിരിച്ചും അതുപോലെയാണ്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടി ഓപ്പറേഷൻ തുഫാൻ, നിങ്ങളുടെ എല്ലാ ഓട്ടോറിക്ഷയിലും നിങ്ങളുടേതായ ഈ പരസ്യം പതിക്കണം. ഈ ബാഡ്ജ് ഞാൻ നിങ്ങളെ ധരിപ്പിക്കുന്നത്, ബാഡ്ജ് ഒരു അഭിമാനമാണ്. ഞാൻ ആദ്യത്തെ തുഫാൻ വാരിയർ പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലാണ്. അദ്ദേഹം ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക് ഈസ് എ പറ അതെ, എല്ലാരും പറയുന്നില്ലല്ലോ. നർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ് ആണ് മോഹൻലാലും പറഞ്ഞത്. അതിപ്പോഴും പ്രസക്തം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 20-ാം നൂറ്റാണ്ടെന്ന സിനിമയിൽ പറഞ്ഞതാണ്. ഇപ്പോഴും അത് പ്രസക്തമാണ്. അതുകൊണ്ട് നമ്മൾ ആരും ആ ഡർട്ടി ബിസിനസ്സിൽ ഇല്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജയ്.